ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യത്തെ പോലീസ് കേസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക് വേണ്ടി ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നാണ്. നമ്മൾ നേരെ പോകുന്ന തൃത്താല പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ പോയിട്ട് ബൈക്ക് കാര്യങ്ങൾ നോക്കണം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ തൃത്താല പോലീസിലെത്തി. നമ്മൾ ചെക്കൻ കിടക്കുന്നുണ്ടല്ലേ, നല്ല സുന്ദരമായിട്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ കുറേ സംസാരിച്ച് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. 40 ആനയുള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒരു കാര്യം പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം സംസാരിച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, വണ്ടി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കുറിച്ച് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ. ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഉറങ്ങുന്ന ഒരു യോഗം. ഗൈസ്, വരുന്നവർ പോണവരൊക്കെ വഴി കൂടെ പോണവരൊക്കെ നോക്കിയിട്ട് എന്താ സംഭവത്തിൽ ഇതിട്ടുള്ളിൽ നിൽക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോലെന്നുണ്ട്. ഒരു മാറ്റമില്ല. നമ്മൾ അവിടെ തന്നെ ഉണ്ടാകാതെ പാട്ടും പാടി ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കളയുന്നേ, അല്ലാണ്ട് ഇപ്പോൾ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഗൈസ്, സമയമൊക്കെ ഒരുപാടായി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞിട്ട് നമ്മൾ വിടുന്നില്ല. ലാസ്റ്റ് പരിപാടി നടക്കില്ലാന്ന് തീരുമാനമായപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് പരിപാടി തുടങ്ങിയ ടൈമിലൂടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയൊക്കെ സ്കൂട്ടായി മെല്ലെ വന്ന് സമയം അപ്പോഴേക്കും ഇരുട്ടായി. എന്നിട്ടും നമ്മൾ വിടുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മൾ പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫുള്ള് പോസ്റ്റായി. പരിപാടികളും കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ട് അങ്ങനെ അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്നു. ഗൈസ്, ഫൈനലി അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ വിട്ട് കഴിഞ്ഞാൽ പരിപാടി നടത്തുന്നുള്ളൊരു കൊണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം 10-11 മണിയായപ്പോൾ നമ്മളെ കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ അവിടുത്തെ സാറ് പറഞ്ഞു ക്ഷമിക്കണം, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പെട്ടെന്നല്ല, ഒരു ദിവസം ഫുള്ള് സ്റ്റേഷനിൽ ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ബൈ.